രാവിലെ എണീറ്റപ്പോൾ തന്നെ അടുപ്പേ തീ പിടിപ്പിച്ച് കഞ്ഞി അങ്ങോട്ടിട്ട്. ഇന്ന് പഠിത്തമില്ലാഞ്ഞുകൊണ്ട് താമസിച്ചാട്ടോ എണീറ്റത്. തലേദിവസം തന്നെ അരി വെള്ളത്തിലിട്ട് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പമൊക്കെ നല്ലതായിട്ട് മാവ് പൊങ്ങി നിന്നുകൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. രാവിലെ പാലപ്പവും ബീഫുമാണ്. ഇന്നലെ തോരൻ വെച്ചതാണ്, കപ്പളങ്ങ തോരൻ. അതൊന്ന് ചൂടാക്കി വെക്കുമായിരുന്നു. മാവെല്ലാം നല്ല പൊങ്ങി സെറ്റായിട്ടിരിപ്പുണ്ട്. നമുക്കതിനകത്തോട്ട് ഉപ്പ് പഞ്ചസാരയൊക്കെ ഇന്നലെ തന്നെ ഇട്ടായിരുന്നു. ഉപ്പ് നല്ലതായിട്ട് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചട്ടി എടുക്കാൻ പോയി. അതാണ് നല്ല അടിപൊളി അപ്പം. കണ്ടോ, സൂപ്പർ അപ്പം കിട്ടിയിട്ടുണ്ട്. അടുത്ത അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ചുമന്ന് പോയി. അപ്പം കല്ലുക്കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഞാൻ പിന്നെ അപ്പം എടുത്തേച്ച് അവളെ എടുത്തു. അങ്ങനെ അപ്പം സെറ്റായി. കറി ഇനി സെറ്റാക്കണം. രാവിലെ എണീറ്റ് വഴക്കുണ്ടാക്കണം. അപ്പം വേണോ, അപ്പം വേണോ, തരാന്ന് പറ. ഹായ് ഗൈസ് എന്ന് പറ. ഹായ് ഗൈസ്. നോ ആണ്ട പിടിച്ച്, ക്യാമറയെ പിടിച്ച്. ഹായ് ഗായ്സ്, ഹലോ ഗായ്സ്. റയാൻകുട്ടൻ രാവിലെ എണീറ്റ് വന്ന് നിൽപ്പുണ്ട്. കല്ലുക്കുട്ടി നിൽപ്പുണ്ട്. ഹായ് ഗായ്സ് എന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് കുറ്റുപുറ്റേ. അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി. കറി സെറ്റായിട്ടുണ്ട്. നല്ല ബീഫ് കറിയായിരുന്നു. ബീഫും അപ്പം കൂടെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. പിള്ളേരെല്ലാം പല്ലൊക്കെ തേച്ച് റെഡിയായി വന്ന് നിൽപ്പുണ്ട്. അവധി ദിവസമല്ലേ ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പവും കറിയും കഴിക്കട്ടെ.